ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു പുതിയ കാര്യമാണ്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സ്ലോപ്പ് ഓഫ് എ ലൈൻ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചെരിവ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ. വാട്ട് ഡു യു മീൻ ബൈ സ്ലോപ്പ് ഓഫ് എ ലൈൻ? സ്ലോപ്പ് ഓഫ് എ ലൈനിൻ്റെ ഡെഫിനേഷൻ ഇതേ ഉള്ളൂ. ആ ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുക. പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് തീറ്റയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ഇതാണ് ഡെഫിനിഷൻ. ഇത്രയേ ഉള്ളൂ. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ആംഗിൾ എപ്പോഴും ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റ, അതിനാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് എ ലൈൻ? ഇറ്റ് ഈസ് എ tan theta of the angle made by the line with positive direction of x-axis. ഒരു എക്സാമ്പിൾ പറയാം. ഇത് എക്സ് ആക്സിസ് ആണെന്ന് വെച്ചോളൂ. ഒരു ലൈൻ ഉണ്ട്. ഇതുണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്താ? സ്ലോപ്പ് ഓഫ് ദ ലൈൻ what is the slope of the line? Tan 30. What is tan 30? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, sin 30 by cos 30 ആണ് tan theta. Tan theta is sin theta by cos theta. What is tan 30? 1 by root 3. Well, you see that the slope of this line is 1 by root 3. Slope is 1 by root 3. Slope എന്ന് പറഞ്ഞാൽ tan theta, where theta is the angle made by the line with x-axis. ആലോചിച്ചൂടെ? Slope of a line is tan theta, where theta is the angle made by the line with x-axis. അപ്പം what is slope of this line? വേറെ ക്വസ്റ്റ്യൻ പറയാം. സ്ലോപ്പിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള നൊട്ടേഷൻ m ആണ്. Slope is always denoted by the small letter m. എപ്പോഴും സ്മോൾ m ആണ് സ്ലോപ്പിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള നൊട്ടേഷൻ, m ആണ്. Now suppose you have x axis, ഇങ്ങനെ ലൈൻ എടുത്തോളൂ. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. What is the slope of this line? It is tan 45. What is tan 45? Tan 45 is equal to 1. Our slope of this line is 1. Suppose you have another line. ഇത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രീസ് ആണ്. ഇങ്ങനെ ലൈൻ വെച്ചോളൂ. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. വാട്ട് ഇസ് സ്ലോപ്പ്? tan 60. വാട്ട് ഇസ് tan 60? root 3. അപ്പോൾ എന്താണോ ആംഗിൾ അതിൻ്റെ ടാൻ തീറ്റ എടുക്കുക. അതിനാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സപ്പോസ് എ ലൈൻ ഈസ് വെർട്ടിക്കൽ. ഇതാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. സപ്പോസ് എ ലൈൻ ഇസ് ലൈക്ക് ദിസ്. വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ ആണെങ്കിൽ വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദറ്റ് ലൈൻ? വെർട്ടിക്കൽസ് ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ വാട്ട് ഇസ് ദ സ്ലോപ്പ്? tan 90. What is tan 90? നിങ്ങൾക്കറിയാം, നോട്ട് ഡിഫൈൻഡ്. അതായത് സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് or parallel to y axis is not defined. Now what is slope of this line? Suppose this line is x axis, the parallel line ആണ് ചോദിച്ചത്. x axis നോട് parallel line ആണ്. ദാ ഈ വര. What is the slope? ഈ ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. What is m? Tan 0. And you know tan 0 is 0.
അപ്പോൾ m ഈക്വൽസ് 0. അപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കൂ. 1 2 3 4 5. ഒന്നുകൂടി പറയാം. എന്താണ്? If a line is making 30 degree with x-axis, slope is tan 30, 1 by root 3. If a line is making 60 degrees with x-axis, slope is tan 60, it is root 3. If a line is making 45 degrees with x-axis, tan 45, 1. If a line is making 90 degree with x-axis, it is tan 90, slope is not defined. If it is making no angle, 0 angle angle, slope is 0. അപ്പോൾ any line which is parallel to x-axis ന്റെ slope 0 ആണ്. Any line which is vertical to x-axis slope not defined ആണ്. ഇതിന്റെ slope 30 ആണ്, 45 ആണ്, 30 ആണ്, 45 ആണ്, 60 ആണ്. റൈറ്റ്. ക്ലിയർ അല്ലേ? റൈറ്റ്. റൈറ്റ്. ഇനി പറയാൻ പോകുന്ന സാധനം, ഇതിന് പ്രൂഫ് ഇല്ല. യു ജസ്റ്റ് ടേക്ക് ദിസ് ഫോർ ഗ്രാൻഡഡ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പേ, y ഈക്വൽസ് 2x പ്ലസ് 3. ഇതെന്തായിരുന്നു? ലീനിയർ പോളിനോമിയൽ, ലീനിയർ ഫംഗ്ഷനാണ്. y ഈക്വൽസ് 2x പ്ലസ് 3. ഈ ഫോമിലാണെങ്കിൽ y ഈക്വൽസ് 2x പ്ലസ് 3 ഫോമിലാണെങ്കിൽ, അതായത് ജനറലി പറയുകയാണെങ്കിൽ y ഈക്വൽസ് mx പ്ലസ് c ഫോമിലാണെങ്കിൽ, ഒരു ലൈൻ y ഈക്വൽസ് mx പ്ലസ് c ഫോമിലാണെങ്കിൽ, slope of that line is equal to m. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, പലപ്പോഴും ഉപയോഗിക്കാനുണ്ടാവും. y ഈക്വൽസ് mx പ്ലസ് c എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? m ആയിരിക്കും. അതിൻ്റെ കാരണമൊക്കെ പിന്നെ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. y ഈക്വൽസ് mx പ്ലസ് c പറഞ്ഞ ലൈനിൻ്റെ സ്ലോപ്പ് എപ്പോഴും m ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വേഗം പറയൂ. y ഈക്വൽസ് 2x പ്ലസ് 3, വാട്ട് ഇസ് ദ സ്ലോപ്പ്? അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യാം. ഫൈൻഡ് ദ സ്ലോപ്സ് ഓഫ് ദ ഫോളോയിങ് ലൈൻസ്. 1 y ഈക്വൽസ് 2x പ്ലസ് 3. 2 y ഈക്വൽസ് x പ്ലസ് 5. 3 y ഈക്വൽസ് 3x പ്ലസ് 4. 4 y ഈക്വൽസ് 5 മൈനസ് 9x. 5 x പ്ലസ് y ഇസ് ഇക്വൽ ടു 10. 6 x മൈനസ് y ഇസ് ഇക്വൽ ടു 4. 7 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. 8 x മൈനസ് 2y പ്ലസ് 5 ഇസ് ഇക്വൽ ടു 0. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെയും 1 തൊട്ടിട്ട് 4 വരെ y ഈക്വൽസ് ഫോമിലാണ് തന്നിട്ടുള്ളത്. y ഈക്വൽസ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ y ഈക്വൽസ് 2x പ്ലസ് 3. y ഈക്വൽസ് നമ്മൾ പഠിച്ചത് എന്താ? y ഈക്വൽസ് mx പ്ലസ് c ആണ് ലൈൻ എങ്കിൽ സ്ലോപ്പ് ഇസ് m. സ്ലോപ്പ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് x. എക്സിൻ്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് സ്ലോപ്പ്. y ഈക്വൽസ് mx പ്ലസ് c ആണ് ലൈൻ എങ്കിൽ സ്ലോപ്പ് ഇസ് m. അപ്പോൾ y ഈക്വൽസ് 2x പ്ലസ് 3, വാട്ട് ഇസ് ദ സ്ലോപ്പ്? ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാറ്റിൻ്റെയും സ്ലോപ്പ് ഒന്ന് എഴുതും നിങ്ങൾ. സ്ലോപ്പ് ഈക്വൽസ് 2. y ഈക്വൽസ് x പ്ലസ് 5, വാട്ട് ഇസ് സ്ലോപ്പ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സ്ലോപ്പ് 1. വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? y ഈക്വൽസ് 3x പ്ലസ് 4, വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദറ്റ് ലൈൻ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സ്ലോപ്പ്, അപ്പോൾ 3. ഇനി y ഈക്വൽസ് 5 മൈനസ് 9x എന്തായിരിക്കും സ്ലോപ്പ്? ആദ്യം ഇത് ഈ ഫോമിൽ എഴുതാം. y ഈക്വൽസ് mx പ്ലസ് c ഫോമിൽ എഴുതിയാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ഇതാണ് സ്ലോപ്പ്. അപ്പോൾ y ഈക്വൽസ് 5 മൈനസ് 9x, ഹൗ ടു ഫൈൻഡ് ദ സ്ലോപ്പ്? ആദ്യം എന്ത് ചെയ്യണം? y ഈക്വൽസ് 5 മൈനസ് 9xനെ ആദ്യം എക്സ് ടേം എഴുതാം, പിന്നെ കോൺസ്റ്റന്റ് ടേം എഴുതാം. അപ്പോൾ മൈനസ് 9x പ്ലസ് 5 ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതായിട്ട് കമ്പയർ ചെയ്താൽ വാട്ട് ഈസ് സ്ലോപ്പ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. വാട്ട് ഈസ് സ്ലോപ്പ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -9. ക്ലിയർ അല്ലേ?
Now, x plus y equals 10. x plus y equals 10 സ്ലോപ്പ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ആ ഫോമിലേക്ക് എഴുതണം. എന്താ നമ്മൾ പറഞ്ഞത്? ഈ പെട്ടിയാണ് ഇമ്പോർട്ടൻറ്റ്. y ഈക്വൽസ് എം എക്സ് പ്ലസ് സി ആണെങ്കിൽ സ്ലോപ്പ് ഇസ് എം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 10. സ്ലോപ്പ് എങ്ങനെയാണ് കാണാം? നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 10. y ഈക്വൽസ് ആക്കി എഴുതുക. y ഈക്വൽസ് ആക്കി എഴുതുക. y ഈക്വൽസ് ആക്കി എഴുതിയാൽ മാത്രമേ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് വരുള്ളൂ. y ഈക്വൽസ് എന്താ വരിക? മൈനസ് എക്സ് പ്ലസ് 10. ഇതായിട്ട് കമ്പയർ ചെയ്യൂ. y ഈക്വൽസ് എം എക്സ് പ്ലസ് സി ആണെങ്കിൽ എം ആണ് സ്ലോപ്പ്. അപ്പോൾ y ഈക്വൽസ് മൈനസ് എക്സ് പ്ലസ് 10 ആണെങ്കിൽ വാട്ട് ഇസ് ദ സ്ലോപ്പ്? -1. അപ്പോൾ ഇതിന് സ്ലോപ്പ് -1. Now, അതേപോലെ ഇതൊക്കെ വേഗം ചെയ്യൂ. എക്സ് മൈനസ് വൈ is equal to 4. x minus y is equal to 4. How to find the slope of this line? y equals ആക്കി എഴുതുക. y equals ആക്കി എഴുതുമ്പോൾ എന്താ വരിക? y അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. x minus 4 ആവും. അത് ഭംഗിയിൽ എഴുതിയാൽ y equals x minus 4 ആവും. ഇനി ഇതായിട്ട് കമ്പയർ ചെയ്യൂ. വാട്ട് ഇസ് ദ സ്ലോപ്പ്? Slope is the coefficient of x. What is the coefficient of x? Slope is 1. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 1 ആണ്. Slope is 1. ഇനി 2x plus 3y plus 4 equals 0. 2x plus 3y plus 4 equals 0 ൻ്റെ സ്ലോപ്പ് എന്ന് കാണും നിങ്ങൾ. എന്ത് ചെയ്യണം? 2x plus 3y plus 4 equals 0 ഈ ഫോമിൽ എഴുതാം. എങ്ങനെ ഈ ഫോമിൽ എഴുതാൻ നോക്കൂ. 2x plus 3y plus 4 equals 0. You write that as y equals mx plus c formula എഴുതുക. y equals mx plus c formula എഴുതുമ്പം 3y equals minus 2x minus 4. അപ്പോൾ what is the value of y? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? minus 2 by 3x minus 4 by 3. y equals minus 2 by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. y equals minus 2 by 3x minus 4 by 3. ഇനി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ സ്ലോപ്പ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. വാട്ട് ഇസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ്? minus 2 by 3. അപ്പോൾ വാട്ട് ഇസ് ദ സ്ലോപ്പ്? സ്ലോപ്പ് ഇസ് minus 2 by 3. അപ്പോൾ ഇതൊന്ന് ഗസ് ചെയ്യൂ. എക്സ് മൈനസ് 2y പ്ലസ് 5 equals 0. ഇതൊക്കെ പാസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് വേണം രണ്ടാമത് നോക്കാൻ കേട്ടോ. റൈറ്റ്. ഇതിൻ്റെ സ്ലോപ്പ് വേണം. എക്സ് മൈനസ് 2y പ്ലസ് 5 equals 0. എന്താ? എക്സ് മൈനസ് 2y പ്ലസ് 5 equals 0. 2y equals x plus 5. y equals 1 by 2x plus 5 by 2. ഇനി ഇതായിട്ട് കമ്പയർ ചെയ്താൽ വാട്ട് ഇസ് ദ സ്ലോപ്പ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 by 2. സ്ലോപ്പ് ഇസ് 1 by 2. സ്ലോപ്പ് ഈക്വൽസ് 1 by 2. അപ്പം ഒരു ലൈൻ തന്നാൽ നമ്മൾ എന്തായി പഠിച്ചു? ലീനിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണെങ്കിൽ ലൈനാണ്, ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. പിന്നെന്താണ്? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ഓഫ് ദറ്റ് ലൈൻ. ഹൗ ടു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദറ്റ് ലൈൻ? y ഈക്വൽസ് ആക്കി എഴുതുക. അതിൽ y ഈക്വൽസ് ഫോമിൽ എഴുതാം. എന്നിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ആ ലൈൻ്റെ സ്ലോപ്പ്. മനസ്സിലായോ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ആ ലൈൻ്റെ സ്ലോപ്പ്. അപ്പോൾ ദാറ്റ് ഇസ് ഐഡിയ. അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്, ഇപ്പോൾ നോക്കൂ, y ഈക്വൽസ് ആക്കി എഴുതുക, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും സ്ലോപ്പ്. ക്ലിയർലി? റൈറ്റ്. Next, well, you know how to find the slopes of the lines. ഇനി നമുക്ക് സം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ പഠിക്കാം. ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ അത് വരുന്നു എന്ന് ഇപ്പം പഠിക്കണ്ട. ഞാൻ ഫോമായിട്ട് പറയാണ്, ഇപ്പം പഠിക്കണ്ട. പക്ഷെ തൽക്കാലം ഇതാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ്, അങ്ങനെ പഠിക്കാം. അതിനുശേഷം നിങ്ങൾ ഡിഫറൻസിയേഷൻ വ്യക്തമായിട്ട് ലിമിറ്റ്സും ഇതൊക്കെ പഠിച്ച് വരുമ്പം അത് പഠിക്കുമ്പം നമുക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് അത് വരുന്നതെന്ന്. ഇപ്പം തൽക്കാലം ഇതാണ് ഫംഗ്ഷനെങ്കിൽ ഇതാണ് ഡെറിവേറ്റീവ്, ഇതാണ് ഫംഗ്ഷനെങ്കിൽ ഇതാണ് ഡെറിവേറ്റീവ്, അങ്ങനെ പഠിക്കും. ഇത് വളരെ പ്രധാനമാണ് ഞാൻ പറയുന്നത്. കാരണം ഡെറിവേറ്റീവിൻ്റെ എങ്ങനെ അത് വരുന്നു എന്നുള്ളത് ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല. സെക്കൻഡ് ഇയറിലാണ് ഡെറിവേറ്റീവിൻ്റെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഡിഫറൻസിയേഷനിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട്സ്.
അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പം ഒന്നാമത്തെ ഇപ്പോൾ y ഈക്വൽസ് നമ്മളിപ്പം പറഞ്ഞു y ഈക്വൽസ് കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചത്. y ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. y ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. y equals a constant. The derivative of y with respect to x. ഇതിനെ വിളിക്കുന്ന പേരാണ് dy by dx. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. Derivative of y with respect to x, we call it dy by dx. ഇതിൽ ഡിയും ഡി ഒന്നും വെട്ടാൻ പാടില്ല കേട്ടോ, dy by dx. അപ്പോൾ ഇവിടെ y ഈക്വൽസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dy by dx എന്ന് പറയുന്നത് d by dx ഓഫ് y എന്താ കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻ്റ് 0 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻ്റ് 0. അപ്പോൾ d by dx ഓഫ് എ കോൺസ്റ്റൻ്റ് is equal to 0. Derivative of a constant, ഒരു കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ the value is 0. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് എന്താ? ആദ്യ റിസൾട്ട് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. ഞാനിവിടെ dy by dx എഴുതാണ്. ഇതാണ് y, ഇതാണ് dy by dx. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് is 0. This is point number 1. Derivative of a constant is always 0. അതിവിടെ എഴുതി വയ്ക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനൊരു 10-15 റിസൾട്ട്സ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ആ റിസൾട്ട്സ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ദ വാല്യൂ ഈസ് 0. അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് 0. ദിസ് ഇസ് നമ്പർ 1. ഓക്കെ. നൗ ഇനി പറയാൻ പോകുന്നത് സപ്പോസ് y ഈക്വൽസ് എക്സ് സ്ക്വയർ. y equals x square. What is derivative of this? Derivative of y with respect to x എന്ന് വിളിക്കുന്ന പേരാണ് dy by dx. What is derivative of y with respect to x? We call it as dy by dx. And dy by dx is given by ഈ പവർ താഴേക്കിടുക 2 into x raised to 2 minus 1. So what is dy by dx here? It is 2 into x raised to 1. It is 2x. Then വേറെ എക്സാമ്പിൾ പറയാം. y equals x cube. What is dy by dx? നോക്കൂ, dy by dx is equal to എന്തായിരിക്കും എന്ന് പറയൂ. ഇതേ ലോജിക്ക് ഉപയോഗിച്ചിട്ട് പറയൂ. dy by dx will be, ഇതിൻ്റെ പവർ 3 അല്ലേ, അപ്പോൾ 3 into x raised to 3 minus 1. It is 3 into x square. But dy by dx is equal to 3x square. Right? ഒരു എക്സാമ്പിൾ കൂടി പറയാം. അപ്പോൾ ജനറലി y ഈക്വൽസ് എക്സ് ടു ദ പവർ n ആണെങ്കിൽ dy by dx is equal to എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യൂ. It is n into x raised to n minus 1. n into x raised to n minus 1. അത് ഇവിടെ എഴുതാം. x raised to n, it will be n into x raised to n minus 1. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചാൽ ഇത് ഇവിടെ കുറേ സാധനങ്ങൾ എഴുതാണ്ട്, അപ്പോൾ ഇവിടെ എഴുതാൻ കുറച്ച് സ്പേസ് ബാക്കി വെക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോകാം. അപ്പോൾ ആദ്യം രണ്ട് സാധനങ്ങൾ പഠിച്ചു. എന്താ? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n ഇസ് n into x raised to n minus 1. ക്ലിയർ അല്ലേ? റൈറ്റ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n ഇസ് n into x raised to n minus 1. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഫങ്ഷൻസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ, ഇപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, വേറൊരു ഫങ്ഷൻ ഉണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. ഇങ്ങനെ ആയിക്കോട്ടെ. എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ക്യൂബും ഉണ്ട്. y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. അപ്പം വാട്ട് ഈസ് dy by dx? dy by dx will be what? d by dx of y. What is y here? x square plus x cube. But d by dx of x square plus x cube എങ്ങനെ എഴുതാം നമുക്ക്?
it is d by dx of x square plus d by dx of x cube. അതായത് d by dx നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. d by dx of x square plus d by dx of x cube. ഇത് സബ്ട്രാക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് ആദ്യം പ്ലസ്സിൽ ചെയ്യാം x cube. അപ്പോൾ വാട്ട് ഈസ് d by dx of x square? ദാ x raised to n ഡെറിവേറ്റീവ് നമുക്കറിയാം. അപ്പോൾ വാട്ട് ഈസ് d by dx of x square? x raised to n ആണെങ്കിൽ n x raised to n minus 1. അപ്പോൾ x square ആണെങ്കിൽ 2x raised to 2 minus 1 plus x raised to 3 ആണെങ്കിലോ 3x raised to 3 minus 1. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? Therefore dy by dx is equal to, ഒന്ന് പറയുമോ നിങ്ങൾ, 2 minus 1 ആകുമ്പോൾ x വരും. അപ്പോൾ it is 2x plus 3x square. ഓക്കെ. നൗ ഇതേ ചോദ്യം തന്നെ x square മൈനസ് ക്യൂബ് ആണെങ്കിലോ അപ്പോഴും അതെ, ഇവിടെ മൈനസ് ആവുന്നേ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. അതിൻ്റെ അർത്ഥം പ്ലസ് ആയാലും മൈനസ് ആയാലും വിരോധമില്ല. dy by dx can be distributed എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് രണ്ട് കാര്യങ്ങൾ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0, പിന്നെയോ x raised to n ഡെറിവേറ്റീവ് n into x raised to n minus 1. പിന്നെന്താ പഠിച്ചത്? സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും dy by dx അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. റൈറ്റ്. ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. അത് പ്രോബ്ലംസ്. നമ്പർ 1, ഫൈൻഡ് dy by dx of the following. ഫൈൻഡ് dy by dx, ഇവിടെ സ്പേസ് വിടണേ, കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ട്. Find dy by dx of the following functions. എന്താ dy by dx? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അതാണ് dy by dx പറഞ്ഞാൽ. നമ്പർ 1, y equals x square. നമ്പർ 2, y equals x cube plus x square plus 10. 3, y equals x raised to 5 plus x raised to 4 plus 4. y equals x. y equals 5. 5 ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ പോസ് ചെയ്യുക, ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. Now, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. dy by dx is equal to x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചത്. യൂസ് ദാറ്റ് പ്രോപ്പർട്ടി. x raised to n ആണെങ്കിൽ n x raised to n minus 1 ആണ്. അപ്പോൾ x സ്ക്വയർ ആണെങ്കിൽ dy by dx എന്തായിരിക്കും? n ഇവിടെ 2 ആണ് ഇൻറ്റു x raised to 2 minus 1. What is dy by dx? 2 minus 1 is x. It is 2x. But dy by dx equals 2x. Derivative of y with respect to x is 2x. Now come to second question. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും. y equals x cube plus x square plus 10. What will be derivative of y with respect to x? dy by dx is equal to x cube derivative plus x square derivative plus 10 derivative. നിങ്ങൾക്കറിയാം 10 കോൺസ്റ്റന്റ്, 10 ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഇതാ ഇവിടേക്ക് വരാം. എക്സ് റേസ് ടു n ആണെങ്കിൽ n എക്സ് റേസ് ടു n മൈനസ് 1 അല്ലേ? അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 10ൻ്റെ ഡെറിവേറ്റീവ് 0. മനസ്സിലായോ? ഓക്കെ. നൗ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് മൂന്നാമത്തെ ചോദ്യം dy by dx? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എന്തായിരിക്കും? എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ്, എക്സ് റേസ് ടു n ആണെങ്കിൽ n എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ് 5x റേസ് ടു 4 പ്ലസ് 4x ക്യൂബ് പ്ലസ് 0. അപ്പോൾ അത് വേണ്ട, 4x ക്യൂബ്, കാരണം 4ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. റൈറ്റ്. ഇനി നാലാമത്തെ ചോദ്യം, y ഈക്വൽ ടു x. വാട്ട് ഈസ് ഡെറിവേറ്റീവ്? dy by dx is equal to
എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1. ഇത് എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇറ്റ് ഇസ് 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1. വാട്ട് ഇസ് 1 മൈനസ് 1? 0 ആണ്. You know x raised to 0 is 1. What is dy by dx? Dy by dx is 1. Now, what is y equals 5? Y equals 5 is the constant function. So, constant function, what is derivative? Dy by dx is equal to the constant function. What is the derivative? What is it? 0. So, constant function derivative 0. Right. That is how we find the derivative of function. അടുത്തൊരു സെറ്റ് കൂടി നമുക്ക് ചെയ്യാം. അടുത്ത ഒരു സെറ്റ് കൂടി ചെയ്യാം. റൈറ്റ്. ഇതേ ഐഡിയ ആണ്. യു നോ ഓൺലി 2 റിസൾട്ട്സ്. വാട്ട് ആർ ദ റിസൾട്ട്സ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n ഇസ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y ഈക്വൽസ് 1 ബൈ എക്സ്. y ഈക്വൽസ് 1 ബൈ എക്സ് ആണെങ്കിൽ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ പവർ ആക്കി എഴുതുക. ഇത് പോസ് ചെയ്യണം കേട്ടോ. പോസ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കണം. y equals 1 by x എഴുതാം. y equals, what is 1 by x? x ന്റെ പവർ ആക്കി എഴുതൂ. y equals 1 by x. ഒന്ന് x ന്റെ പവർ ആക്കി എഴുതൂ. x to the power minus 1. Is it okay? y equals 1 by x can be written as x to the power minus 1. Clear അല്ലേ? Right. Now what is dy by dx? dy by dx is equal to, ഒന്ന് പറയൂ, x raised to minus 1 ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എന്താ വരിക? മൈനസ് 1 ഇൻറ്റു എക്സ് ടു ദ പവർ മൈനസ് 1 മൈനസ് 1. ഇസ് ഇറ്റ് ക്ലിയർ? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് 1. അപ്പോൾ എത്ര കിട്ടുക? ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2. വാട്ട് ഇസ് ദ വാല്യൂ? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ dy by dx ഇസ് ഈക്വൽ ടു മൈനസ് 1 by x square. ഇതിൻ്റെ ആൻസറാണ്. dy by dx equal to minus 1 by x square. എല്ലാവർക്കും കിട്ടിയോ? 1 by x ന്റെ ഡെറിവേറ്റീവ് dy by dx equals minus 1 by x square. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, we have done the first question. Now what is the second question? y equals root x. What is derivative of y equals root x? നോക്കാം. y equals root x നെ എക്സിന് പവർ ആക്കി എഴുതാം. റൂട്ട് എക്സ് എന്താ? എക്സ് ടു ദ പവർ 1 by 2. റൂട്ട് എക്സ് എക്സ് റേസ് ടു 1 by 2 ആണ്. റൂട്ട് എക്സ് ഇസ് എക്സ് റേസ് ടു 1 by 2. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഇസ് എക്സ് റേസ് ടു 1 by 3. ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് ഇസ് എക്സ് റേസ് ടു 1 by 4. അറിയല്ലേ? അപ്പോൾ എക്സ് റേസ് ടു റൂട്ട് എക്സ് ആണെങ്കിൽ എക്സ് റേസ് ടു 1 by 2. എക്സിനെ പവർ ആക്കി എഴുതാം. Now what is dy by dx? ഇതാ അവിടെ ഉപയോഗിക്കാം. എക്സ് റേസ് ടു n ആണെങ്കിൽ എന്താ ഫോർമുല? n എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു ഹാഫ് ആണെങ്കിൽ വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ്? ഒന്ന് പറയൂ. ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1. എത്ര വരിക? ഹാഫ് ഇൻറ്റു ഹാഫ് മൈനസ് 1. ഇറ്റ് ഇസ് മൈനസ് ഹാഫ്. ഇറ്റ് ഇസ് എക്സ് റേസ് ടു മൈനസ് ഹാഫ്. ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഹാഫ്. ശരിയല്ലേ? ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഹാഫ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് യു ഗെറ്റ്? 1 by 2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഹാഫ് എന്താ? 1 by എക്സ് റേസ് ടു ഹാഫ് അല്ലേ? എക്സ് റേസ് ടു മൈനസ് ഹാഫ് ഇസ് 1 by എക്സ് റേസ് ടു ഹാഫ്. എക്സ് റേസ് ടു 10, എക്സ് റേസ് ടു മൈനസ് 10, 1 by എക്സ് റേസ് ടു 10. എക്സ് റേസ് ടു മൈനസ് n, 1 by എക്സ് റേസ് ടു n. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് ഹാഫ് ഇസ് 1 by എക്സ് റേസ് ടു ഹാഫ്. You know x raised to half is root x. But the value will be 1 by 2 root x. ഇതാണ് dy by dx. ഇത് ഓക്കെ ആണോ? y equals x raised to half ആണെങ്കിൽ dy by dx എന്താ? 1 by 2 root x. 1 by 2 root x. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചെയ്തു. Now come to third question. ഇതൊന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യൂ. y equals x raised to 2 by 3. x raised to 2 by 3 ആണ്. അവിടെ n എന്താ? 2 by 3 ആണ്. What is dy by dx? ഇതാണ് y equals x raised to 2 by 3. ഇവിടെ n 2 by 3 ആണ്. അപ്പോൾ dy by dx എന്തായിരിക്കും? 2 by 3 ഇൻറ്റു എക്സ് റേസ് ടു
2/3 minus 1. In the formula, n into x raised to n minus 1. 2/3 into x raised to 2/3 minus 1. On the simplify you, 2/3 into x raised to, 2/3 minus 1. On the 2/3 minus 1 simplify you. 3 LCM എടുക്കാം. അപ്പോൾ എന്താ 2 minus 3/3, it is equal to minus 1/3. അപ്പോൾ it is minus 1/3. അപ്പോൾ it is 2/3 into x raised to minus 1/3. അപ്പോൾ അത് എഴുതിയാൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി. dy by dx is equal to 2/3 into x raised to minus 1/3. Clearly? Now, we'll come to this question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തുവോ? y equals root x plus 1 by root x. ആദ്യം ഇത് ഭംഗിയിൽ എഴുതാം. ഭംഗിയിൽ എഴുതാൻ പറഞ്ഞാൽ എക്സിൻ്റെ പവറാക്കി എഴുതാം. y equals root x plus 1 by root x. ഒന്ന് റീറൈറ്റ് ചെയ്ത് ഭംഗിയിലാക്കൂ. എക്സിൻ്റെ പവറാക്കി എഴുതൂ. root x is x raised to half. y equals x raised to half plus 1 by x raised to half. Will 1 by root x is x raised to half. But this can be simplified as y equals root x, x raised to half, plus 1 by x raised to half, x raised to minus half. This is dy by dx. What rule is n x raised to n minus 1. എപ്പോഴും ആ റൂൾ എപ്പോഴും ഉപയോഗിക്കാം. n x raised to n minus 1. x raised to n ആണ് ഫംഗ്ഷൻ എങ്കിൽ ഡെറിവേറ്റീവ് is n x raised to n minus 1. What is dy by dx? Half into x raised to half minus 1 plus minus half into x raised to minus half minus 1. Is it clear? Right. അപ്പോൾ എന്താ വരിക? It is half into, അത് വൃത്തിയിൽ എഴുതൂ, x raised to half minus 1. നിങ്ങൾക്കറിയാം ഹാഫിൽ നിന്ന് 1 കുറച്ചാൽ മൈനസ് ഹാഫ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ മൈനസ് ഹാഫ് പ്ലസ് അവിടെ മൈനസ് 1/2 വരും അല്ലേ? മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 മൈനസ് 1. വാട്ട് ഇസ് മൈനസ് 1/2 മൈനസ് 1? മൈനസ് 3/2. ഇറ്റ് ഇസ് എക്സ് റേസ് ടു മൈനസ് 3/2. അത് സിംപ്ലിഫൈ ഒന്നും വേണ്ട, അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ dy by dx is equal to minus 1/2 x raised to minus 3/2 minus 1/2 minus half into x raised to minus 3/2. വേണമെങ്കിൽ സിംപ്ലിഫൈ ഉണ്ട്, അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ യു നോ ഹൗ ടു ഡിഫറൻഷിയേറ്റ്. ഇത് ചെയ്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കം ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇതിൽ ഓരോ ചോദ്യം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും തുടക്കത്തിൽ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം, എന്നിട്ട് വേണം വെരിഫൈ ചെയ്യാൻ. ഓരോ സമയത്തും പോസ് ചെയ്ത് നോക്കണം കേട്ടോ. റൈറ്റ്. അടുത്ത y ഈക്വൽസ് എക്സ് പ്ലസ് 1 by x. എങ്ങനെയാണ് എഴുതുക? y ഈക്വൽസ് എക്സ് പ്ലസ് 1 by x. ഈ എക്സ് ഭംഗിയിലാണ്, പക്ഷെ 1 by x ഭംഗിയിലല്ല. ഭംഗിയിലല്ല പറഞ്ഞാൽ എക്സിനെ പവറാക്കി എഴുതണം. അപ്പോൾ ഹൗ ടു റൈറ്റ് ദാറ്റ്? y ഈക്വൽസ് എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1. 1 by x എക്സ് റേസ് ടു മൈനസ് 1 ആണ്. ഇത് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. വാട്ട് ഇസ് ഡെറിവേറ്റീവ്? എക്സിൻ്റെ ഡെറിവേറ്റീവ്. എന്താ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ്? വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്? എന്താ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നാൽ എക്സ് റേസ് ടു 1 ആണ്. എക്സ് റേസ് ടു 1 ഡെറിവേറ്റീവ് എന്താ? 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1 ഡെറിവേറ്റീവ്. എക്സ് റേസ് ടു മൈനസ് 1 ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് 1. ക്ലിയർ? അപ്പോൾ വാട്ട് യു ഗെറ്റ്? dy by dx is equal to 1 into x raised to 0 minus 1 x raised to minus 2. But what is dy by dx equals? In the area, you know x raised to 0 is 1. But what a 1 there? Minus x raised to minus 2 is 1 by x square. Above y equals x raised to x plus 1 by x angle dy by dx and the 1 minus 1 by x square. ഇനി ലാസ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ കുറച്ച് ലെങ്തിയാണ്, ഡിഫിക്കൽട്ടാണ്, നോക്കാം. നൗ വിൽ ഡിസ്കസ് സിക്സ് ക്വസ്റ്റ്യൻ. ആറാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം, നോക്കാം. y ഈക്വൽസ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് ടു ദ പവർ 9
പ്ലസ് 1/√x. ആദ്യം ഇത് ഇതാ ആൾജിബ്രിക് ഫംഗ്ഷനാണിത്. അപ്പോൾ ഇത് എക്സിനെ പവറാക്കിയത്. വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 ഈസ് നത്തിങ് ബട്ട് എക്സ് റേസ് ടു 5/3. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്, ഇപ്പോൾ റീകോൾ ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് ദ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഇതാണ്. എന്താ ജനറൽ ആയിട്ട് പ്രിൻസിപ്പിൾ? nth റൂട്ട് ഓഫ് a റേസ് ടു m ഈസ് ഈക്വൽ ടു a റേസ് ടു m/n. നമ്മൾ റൂൾ ഓഫ് ഇൻഡിസസിൽ പഠിച്ചിട്ടുണ്ട്. nth റൂട്ട് ഓഫ് a റേസ് ടു m ഈസ് ഈക്വൽ ടു a റേസ് ടു m/n. ഓക്കെ, അതുകൊണ്ടാണ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 എന്തായത്? എക്സ് റേസ് ടു 5/3 ആയത്. പ്ലസ് എക്സ് റേസ് ടു 9 പ്ലസ് 1/x raised to half. You know root x is x raised to half. Right. But y is equal to എന്താ പറയുക? x raised to 5/3 plus x raised to 9 plus x raised to -1/2. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യൂ. എല്ലാം ഭംഗിയിലായി. ഇങ്ങനെ ഭംഗിയിലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. x raised to n ഫോമിൽ ആവണം എല്ലാം. അപ്പോൾ വാട്ട് ഈസ് dy by dx? It is 5/3 into x raised to 5/3 minus 1 plus 9 into x raised to 8 plus minus 1/2 into x raised to -1/2 minus 1. Is it okay? n into x raised to n minus 1 ആണ് ചെയ്തത്. 5/3 into x raised to 5/3 minus 1. 9 into x raised to 9 minus 1. 9 minus 1 8 ആയതുകൊണ്ട് ഞാൻ നേരിട്ട് 8 എഴുതി. പിന്നെ -1/2 into x raised to -1/2 minus 1. അതൊന്ന് സിംപ്ലിഫൈ ദ ആൻസർ ആയി. Now what is the answer? dy by dx is equal to എന്തായിരിക്കും? 5/3 into x raised to 5/3 minus 1. 5/3 minus 1, what is 5/3 minus 1? 3 LCM എടുക്കുക. It is 5 minus 3 is equal to 2/3 അല്ലേ? അപ്പോൾ ഇത് 2/3 ആണ്. But is x raised to 2/3 plus 9x raised to 8 minus 1/2 into x raised to, what is -1/2 minus 1? -3/2. Is this okay for you? Right. Well, we have discussed two results in differentiation. In the end result, constant derivative 0 ആണ്. x raised to n ആണ് ഫംഗ്ഷൻ എങ്കിൽ ഡെറിവേറ്റീവ് ഇസ് n into x raised to n minus 1. ആ n നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല, ഫ്രാക്ഷൻ ആവാം, എന്തും ആവാം, നെഗറ്റീവ് ഇൻറ്റിജർ ആവാം, ഒക്കെ ആവാം. ക്ലിയർ ആണല്ലോ? റൈറ്റ്.